all, welcome back to CMedTech Online Academy. ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റീസെന്റ് ഗൾഫ് എക്സാംസിന് ചോദിച്ചിരിക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിക്കുക, പാസ് ആവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. All of the following are enriched medium except option A Makongi agar, option B blood agar, option C chocolate agar, option D brain heart infusion agar. It means BHIB. Okay, brain heart infusion agar. Question എന്താണ്? ഈ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാം എൻറിച്ച്ഡ് മീഡിയ ആണ്, എക്സെപ്റ്റ് ഒരെണ്ണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം എൻറിച്ച്ഡ് മീഡിയ എന്ന് കാണുന്ന വഴിയെ ബി ബ്ലഡ് അഗാർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ചിലർ പോകും. പക്ഷേ ക്വസ്റ്റ്യൻ മൊത്തം വായിക്കുക, എക്സെപ്റ്റ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഓപ്ഷൻ എ മക്കോങ്കി അഗാർ ആണ് കറക്റ്റ് ആൻസർ. എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും, പക്ഷെ എല്ലാം ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. എൻറിച്ച്ഡ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് ആ ബാക്ടീരിയനെ ഒന്ന് ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. എൻറിച്ച്മെന്റ് മീഡിയ എന്ന് വെച്ചാൽ എന്താണ്? അതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്തവരെ പതുക്കെ ഒന്ന് ഒഴിവാക്കും കൂടി ചെയ്യും എൻറിച്ച്മെന്റിൽ. അപ്പൊ നമുക്കറിയാം എൻറിച്ച്ഡ് മീഡിയ ആണ് ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ. ഇത് മൂന്നും എന്താണ്? എൻറിച്ച്ഡ് മീഡിയ ആണ്. അപ്പൊ ഇവിടെ വരുന്നവൻ ആരാണ്? ഓപ്ഷൻ എ മക്കോങ്കി അഗാർ ആണ് കറക്റ്റ് ആൻസർ. മക്കോങ്കി അഗാർ ഒരു ഡിഫറൻഷ്യൽ മീഡിയ ആണ് അല്ലെ. ലാക്ടോസ് ഫെർമെന്റേഷനും നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആളാണ് നമ്മുടെ മക്കോങ്കി അഗാർ എന്ന് പറഞ്ഞാൽ. മക്കോങ്കി അഗാറിൽ പിങ്ക് കളർ കോളനീസ് ഫോം ചെയ്യുവാണെങ്കിൽ അത് ലാക്ടോസ് ഫെർമെന്റിങ്ങും നോൺ ലാക്ടോസ് എങ്ങനെയായിരിക്കും, ഫെർമെന്റേഴ്സ് എങ്ങനെയായിരിക്കും, കളർലെസ് കോളനീസും ആയിരിക്കും മക്കോങ്കി അഗാറിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കിയാലോ. The bacteria which is motile without of flagella. Flagella ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ഏതാണ്, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എസ്ക്രീഷ്യ കോളൈ, ഓപ്ഷൻ ബി സാൽമോണല്ല ടൈഫി, ഓപ്ഷൻ സി പ്രോട്ടിയസ്. നമുക്ക് ഓപ്ഷൻ ഡി ഏതാണ്? ട്രിപ്പോണിമ പല്ലിഡ്. നമുക്കറിയാം 4 ഓപ്ഷനിൽ മൊട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതിനകത്ത് നമുക്കറിയാം പ്രോട്ടിയസ് ഒക്കെ സ്വാമിങ് ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണ്, അതിനൊക്കെ ഫ്ലജല്ല പ്രസന്റ് ആണ്. ഇനി അതുപോലെ ട്രിപ്പോണിമ പല്ലിഡ് അതൊരു സ്പൈറോക്കീറ്റ് ആണ്. അതിനൊരു ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് മൂവ്മെന്റ് ആണ് എപ്പോഴും ഉള്ളത്. അതുപോലെ ഒരു സ്പൈറോക്കീറ്റ് ആണ്, അതിന് ഒരു റെഗുലർ ആയിട്ടുള്ള സ്പൈറൽസ് ആണ് ഉള്ളത്. കറക്റ്റ് ഇന്റർവെല്ലിൽ ഒരു സ്പൈറൽ എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു സ്പൈറോക്കീറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലജല്ല ഇല്ലാതെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ ഡി ട്രിപ്പോണിമ പാലിഡ് ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ionizing radiation can be used for sterilization of option A plastic syringe, option B gloves, option C catheters, option D all of the above. Ionizing radiation എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്? റേഡിയേഷൻസ് യൂസ് ചെയ്ത് അല്ലെ, അയണൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ പ്ലാസ്റ്റിക് സിറിഞ്ചും ഗ്ലൗസും കത്തീറ്ററും ഒക്കെ ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. Question number 4. The bacteria showing beta hemolysis on blood agar. നമ്മൾ ഓൾറെഡി ബ്ലഡ് അഗാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ മീഡിയം ആണ്, എൻറിച്ച്ഡ് മീഡിയം ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡിഫറൻഷ്യൽ മീഡിയം എന്ന് പറയാൻ കാരണം? അത് നമുക്ക് ഹീമോലൈസിന്റെ ഗ്രേഡിംഗ് അനുസരിച്ച് നമുക്ക് അതിനെ ഓരോ മോർഫോളജിയും കോളനി ക്യാരക്ടേഴ്സും ഒക്കെ അനുസരിച്ച് ഓരോ ബാക്ടീരിയനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഓപ്ഷൻ എ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ ഡി സി സ്ട്രെപ്റ്റോകോക്കസ് അഗാലാഷിയെ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. നമുക്കറിയാം സ്റ്റാഫും സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസും രണ്ടുപേരും ഹീമോലൈസിസ് കാണിക്കുന്നവരാണ്, ബീറ്റ ഹീമോലൈസിസ് ആണ്. അപ്പൊ നമുക്കറിയാം ഓൾ ഓഫ് ദി അബവ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The bacteria that require large amount of carbon dioxide is called. Option A mesophilic, option B thermophilic, option C halophilic, option D capnophilic. കാർബൺ ഡൈ ഓക്സൈഡ് ലവിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാപ്നോഫിലിക് ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ, ക്യാപ്നോഫിലിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാക്കൾട്ടേറ്റീവ് അനറോബിക് ബാക്ടീരിയ ഗ്രോ. ഓപ്ഷൻ എ ഓൺലി ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഓൺലി ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഓപ്ഷൻ സി ഇൻ ആബ്സെൻസ് ഓർ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഈ നൺ ഓഫ് ദി അബവ്, ഓൾ ഓഫ് ദി അബവ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കണേ, ചിലപ്പോൾ നമുക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. ഇനി നമുക്കറിയാം ഫാക്കൾട്ടേറ്റീവ് അനൈറോബ് അല്ലേ, ഇതെന്താണ്? ഓൺലി ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, അതെന്താണ്? അനൈറോബിക് ആണ് അല്ലെ. ഇനി ഓൺലി ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അത് സ്ട്രിക്ട്ലി എയറോബ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്, ഇൻ ആബ്സെൻസ് ഓർ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഫാക്കൾട്ടേറ്റീവ് അനൈറോബ് എന്നാണ് അതിന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. CA 15.3 tumor marker is done for.
ഓപ്ഷൻ എ കോളൻ ക്യാൻസർ, ഓപ്ഷൻ ബി ഓവറി ക്യാൻസർ, ഓപ്ഷൻ സി ലങ് ക്യാൻസർ, ഓപ്ഷൻ ഡി ബ്രസ്റ്റ് ക്യാൻസർ. മെയിൻലി നമുക്ക് ബ്രസ്റ്റിലൊക്കെ ഉള്ള ക്യാൻസറസ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ ഒരു ആന്റിജൻ ആണ് CA15.3 എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് കേസിലാണ് വരുന്നത്? ബ്രസ്റ്റ് ക്യാൻസറിന്റെ കേസിലാണ് വരുന്നത്. ഓപ്ഷൻ ഡി ബ്രസ്റ്റ് ക്യാൻസർ ആണ് അതിനകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെലക്ടീവ് മീഡിയം ഫോർ വിബ്രിയോ കോളറ. വിബ്രിയോ കോളറ അല്ലെ, വിബ്രിയോ കോളറ മെയിൻ ആയിട്ട് കോളറയാണ് കോസ് ചെയ്യുന്നത്. എന്താണ്? റൈസ് വാട്ടർ സ്റ്റൂൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ടീവ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഓപ്ഷൻ എ മക്കോങ്കി അഗാർ, ഓപ്ഷൻ ബി മാനിറ്റോൾ അഗാർ, ഓപ്ഷൻ സി സെട്രിമൈഡ് അഗാർ, ഓപ്ഷൻ ഡി TCBS തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സോൾട്ട് സൂക്രോസ് അഗാർ, TCBS എന്ന് പറയും. അപ്പൊ ഇനി മറന്നു പോവണ്ട, വിബ്രിയോ കോളറയുടെ സെലക്ടീവ് മീഡിയം എന്ന് പറയുന്നത് TCBS ആണ്. TCBS, അതായത് വിബ്രിയോ കോളറയ്ക്ക് നമുക്കൊരു TC കൊടുത്തങ്ങ് പറഞ്ഞയച്ചേക്കാം അല്ലെ. TCBS തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സോൾട്ട് സൂക്രോസ് അഗാർ. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രിസ്മസ് ഫാക്ടർ. 9-ാം തീയതിയിലേക്ക് ക്രിസ്മസ് ഒന്ന് മാറ്റാം. കോഡ് ഓർത്തിരുന്നോ? നമുക്ക് നോക്കാം. ഫാക്ടർ 8, ഫാക്ടർ 7, ഓപ്ഷൻ സി ഫാക്ടർ 9, ഓപ്ഷൻ ഡി ഫാക്ടർ 13. നമുക്കറിയാം ഓപ്ഷൻ സി 9 അല്ലെ. ക്രിസ്മസ് ഫാക്ടറിന് നമുക്ക് ഫാക്ടർ 9 എന്നാണ് അറിയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയാലോ. ബെനഡിക്ട് ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഇൻ യൂറിൻ. ബെനഡിക്ട് ടെസ്റ്റ് യൂറിനിൽ എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഓപ്ഷൻ എ ഗ്ലൂക്കോസ്, ഓപ്ഷൻ ബി ആൽബുമിൻ, ഓപ്ഷൻ സി അസറ്റോൺ, ഓപ്ഷൻ ഡി പ്രോട്ടീൻ. 4 പേരുണ്ട് അല്ലെ. നമുക്ക് പ്രോട്ടീനും ആൽബുമിനും ഒക്കെ ഒരു പ്രോട്ടീൻ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായതുകൊണ്ട് ഹീറ്റ് ആൻഡ് അസിഡിക് ആസിഡ് ടെസ്റ്റ് ആണ് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അസറ്റോൺ എന്താണ്? ഒരു കീറ്റോൺ ബോഡിയാണ്. കീറ്റോൺ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? റോദ്രാസ് ടെസ്റ്റ് ഒക്കെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ്, ബെനഡിക്ട് ടെസ്റ്റ് ഈസ് മെയിൻലി കണക്റ്റഡ് ടു ബെനഡിക്ട് ടെസ്റ്റ് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസുമായിട്ടാണ് കണക്ട് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഗ്ലൂക്കോസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കുക. ഈ 10 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും കവർ ചെയ്യാനുള്ള 10 ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.